ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് അഥവാ ഓരോ റാങ്കിലും ചെയ്യാവുന്ന മാക്സിമം സർവീസ് സംബന്ധിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 26 വർഷം സർവീസുള്ള നായിക്കിൻ്റെ പെൻഷൻ ടേബിളിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ പലരും ചോദിച്ച സംശയമാണ്, നായിക്കിന് 26 വർഷം സർവീസ് ചെയ്യാൻ സാധിക്കുമോ? പലരും പറഞ്ഞു ആദ്യം ഓരോ റാങ്കിൻ്റെയും ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് പഠിച്ചിട്ട് വീഡിയോ ഇടണമെന്ന്. അവരോട് ആദ്യമേ പറയട്ടെ, തെറ്റുപറ്റിയത് എനിക്കല്ല, നിങ്ങൾക്കാണ്. ഒരിക്കലെങ്കിലും OROP 1ൻ്റെയോ OROP 2ൻ്റെയോ പെൻഷൻ ടേബിൾ നോക്കിയിട്ടുള്ള ഒരാൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് മനസ്സിലാക്കാനായി ആദ്യം നമുക്ക് OROP 2ൻ്റെ ടേബിൾ നമ്പർ 7 ഒന്ന് പരിശോധിക്കാം. OROP 2 ടേബിൾ നമ്പർ 7 2 പേജുകളാണ് ഉള്ളത്. ആദ്യ പേജിൽ 5 മാസം മുതൽ 19 വർഷം വരെ സർവീസിലെ പെൻഷനും രണ്ടാമത്തെ പേജിൽ 19.5 വർഷം മുതൽ 33 വർഷം വരെ സർവീസിലെ പെൻഷനും നൽകിയിരിക്കുന്നു. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ടേബിൾ നമ്പർ 7ലെ രണ്ടാമത്തെ പേജിൽ ശിപായി മുതലുള്ള റാങ്കുകളുടെ എത്ര വർഷം സർവീസ് വരെയുള്ള പെൻഷൻ ടേബിൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. ശിപായി റാങ്കിന് 28 വർഷം സർവീസ് വരെയുള്ള പെൻഷനും അതേപോലെ തന്നെ നായിക്കിനും ഹവൽദാറിനും നായർ സുബേദാറിനും 28 വർഷം വരെയുള്ള പെൻഷൻ നൽകിയിരിക്കുന്നു. സുബേദാറിന് 30 വർഷവും സുബേദാർ മേജർ മുതൽ ഹോണറി റാങ്കുകൾ വരെയുള്ളവർക്ക് 33 വർഷവും ഉള്ള പെൻഷൻ ടേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്ന സംശയമാണ്, ശിപായിക്കും നായിക്കിനും 28 വർഷം സർവീസ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും 28 വർഷം സർവീസ് ശിപായിക്കും നായിക്കിനും ചെയ്യാൻ സാധിക്കുന്ന സമയമുണ്ടായിരുന്നു. OROP ടേബിളിൽ അങ്ങനെ സർവീസ് ചെയ്ത വിമുക്ത ഭടന്മാരും ഉള്ളതിനാലാണ് 28 വർഷം വരെയുള്ള ടേബിൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ 26 വർഷം സർവീസുള്ള നായിക്കിൻ്റെ ടേബിൾ കാണിച്ചതിന് കാരണം എന്തെന്ന് വിശദമാക്കാം. 26 വർഷം സർവീസിലുള്ള നായിക് റാങ്കിലുള്ള ഒരു വിമുക്ത ഭടൻ എന്നോട് സംശയം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 26 വർഷം സർവീസുള്ള നായിക്കിൻ്റെ പെൻഷൻ ടേബിൾ കാണിച്ചത്. ഇനി നമുക്ക് OROP 1ൻ്റെ അഥവാ സർക്കുലർ നമ്പർ 555ൻ്റെ അപ്പൻഡിക്സ് നമ്പർ X ഒന്ന് പരിശോധിക്കാം. ഇതിൽ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് അഥവാ ഒരു റാങ്കിലെ മാക്സിമം സർവീസ് വിശദീകരിച്ചിരിക്കുന്നു. ശിപായി റാങ്കിൻ്റെ മാക്സിമം ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, 26/10/1962 മുതൽ 10 ജനുവരി 1968 വരെയുള്ള കാലയളവിൽ ഇത് ശിപായിക്ക് 28 വർഷമായിരുന്നു. അതേപോലെ മുകളിൽ പറഞ്ഞ പീരീഡിൽ വിരമിച്ച നായിക്കിനും മാക്സിമം സർവീസ് 28 വർഷമായിരുന്നു. എയർഫോഴ്സിൽ കോർപ്പറലിന് മുകളിൽ പറഞ്ഞ കാലയളവിൽ 28 വർഷമായിരുന്നു. സർജൻറ്റിന് അത് 30 വർഷവും ആയിരുന്നു. അതുകൊണ്ടാണ് OROP 2ഉം OROP 1ഉം ടേബിളുകളിൽ 28 വർഷം സർവീസ് വരെയുള്ള പെൻഷൻ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.